ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അമ്പാടൻ ബ്ലോഗ്സ്. നിങ്ങളെ സ്വന്തം അമ്പാടൻ. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് റെഗുലറായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാത്തതെന്ന്. അപ്പോൾ ഞാൻ ഫ്രാൻസിലേക്ക് വന്നിട്ട് നമുക്ക് സെറ്റിൽ ആവാനായിട്ട് കുറച്ചൊരു ഡിലേ എടുത്തിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് റെഗുലറായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നത്. പിന്നെ എൻ്റെ ഒരുപാട് ജൂനിയേഴ്സ് നാട്ടിലുള്ളവർ ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഫ്രാൻസിലേക്ക് അബ്രോഡ് സ്റ്റഡിക്കായിട്ട് വന്ന ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഓർത്തു അത് തന്നെ നമുക്ക് ഒരു വീഡിയോ ആയിട്ട് ഫസ്റ്റ് തന്നെ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ ജനുവരി ഇൻടേക്കിലൊക്കെ സ്റ്റുഡൻസ് വരുമ്പം അവർക്കത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. എനിക്ക് പറ്റിയ മിസ്റ്റേക്സും അവർക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് ഡൗട്ടും ടെൻഷൻസും അവോയ്ഡ് ചെയ്തൊക്കെ കുറച്ചുകൂടെ ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റും. അപ്പം നമ്മൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ അത് നിങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് മനസ്സിലാവും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഫ്രാൻസിൽ വന്ന ശേഷം നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം നമ്മളൊരു ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതാണ് ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത്, ഒരു ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പം മോസ്റ്റ് ഓഫ് എല്ലാ കോളേജും നമുക്ക് അതിനൊരു ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യും. ഇപ്പം ഞങ്ങളൊക്കെ വന്നപ്പം ഞങ്ങളുടെ കോളേജിൽ നിന്ന് ഫസ്റ്റ് ഡേ തന്നെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഫോമെല്ലാം ഞങ്ങളെ കൊണ്ട് തന്നെ ഫില്ലപ്പ് ചെയ്ത് എല്ലാം തന്നെ അവർ ചെയ്തിരുന്നു. നമുക്ക് അതിൻ്റെ ഒരു ഹെൽപ്പ് നമുക്ക് വേണം. കാരണം അവർ ഇനിഷ്യേറ്റീവ് എടുത്ത് ഞങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ എല്ലാ ആപ്ലിക്കേഷൻസും എല്ലാ ആപ്ലിക്കേഷൻസും ഫ്രഞ്ച് ലാംഗ്വേജിൽ തന്നെയാണ്. അത് നമുക്ക് മൊത്തത്തിലൊരു ടാസ്ക് ആണ്. കാരണം ഇപ്പം നമ്മൾ ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്താൽ പോലും മൊത്തത്തിൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവണമെന്നില്ല. കുറച്ചൊക്കെ നമുക്ക് ഡൗട്ട് അടിക്കും. അപ്പം മിസ്റ്റേക്സ് വരാനും ചാൻസ് ഉണ്ട്. പിന്നെ ആ മിസ്റ്റേക്സ് നമുക്ക് ഒരുപാട് ലാഗ് കൊണ്ടുവരും, ടെൻഷൻസ് കൊണ്ടുവരും. അപ്പം നമുക്ക് കുറച്ച് ടൈം എടുത്തിട്ടായാലും മിസ്റ്റേക്സ് ഇല്ലാതെ ചെയ്യുവാണെങ്കിൽ ടെൻഷൻ ഫ്രീ ആയിട്ട് കൂളായിട്ട് ചെയ്തിരിക്കാൻ പറ്റും. അപ്പം ഒരു ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, അതും മിസ്റ്റേക്സ് ഒന്നും ഇല്ലാതെ കറക്റ്റായിട്ട് എല്ലാം നോക്കി ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പം ഞങ്ങളൊക്കെ എടുത്തത് BNPയിലാണ് അക്കൗണ്ട് എടുത്തിരുന്നത്. അപ്പം അതിൻ്റെ അക്കൗണ്ട് എടുത്ത് അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങൾക്ക് IBAN നമ്പർ ആയാലും കാർഡായാലും കിട്ടാനെല്ലാം ഒരു 1.5 മന്ത് കൊണ്ട് ഞങ്ങൾക്ക് മൊത്തം തന്നെ കംപ്ലീറ്റ് ചെയ്ത് കാർഡും എല്ലാം കിട്ടിയിരുന്നു. അതിന് മുമ്പ് തന്നെ നമുക്ക് IBAN കിട്ടും. 1 മന്ത് കൊണ്ട് തന്നെ നമുക്ക് IBANെല്ലാം നമുക്ക് പോസ്റ്റലായിട്ട് വീട്ടിലെ ഡീറ്റെയിൽസ് എല്ലാം വരും. അപ്പം ഒരു ബാങ്ക് അക്കൗണ്ട് എടുക്കുക. നെക്സ്റ്റ് ആയിട്ടുള്ളത് വിസ വാലിഡേഷൻ. നമുക്ക് വിസ വാലിഡേഷൻ ഫ്രാൻസിൽ വന്ന ശേഷം കംപ്ലീറ്റ് ചെയ്യേണ്ട 3 മാസമാണ് മൊത്തത്തിലുള്ളത്. അപ്പോൾ ഈ 3 മന്ത്സിനുള്ളിൽ നമ്മൾ വിസ വാലിഡേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഒരു 50 യൂറോസ് നമ്മൾ പേയ്മെന്റ് ചെയ്ത് നമുക്കൊരു സ്റ്റാമ്പ് പർച്ചേസ് ചെയ്ത് അതുവഴിയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. മൊത്തം ഈ ഒരു പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. പിന്നീടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ. ഈ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒന്നാണ്. കാരണം വെച്ചാൽ നമ്മൾ ഫ്രാൻസിൽ വന്ന് നമുക്കൊരു പാർട്ട് ടൈം ചെയ്യണമെങ്കിൽ നമുക്ക് സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ അത് വളരെ അത്യാവശ്യമാണ്. അതില്ലാതെ നമ്മൾ ചെയ്തുവെങ്കിൽ നമ്മുടെ പരിപാടി ഇവിടെ കഴിയും, ഖതം. നമുക്ക് നേരെ ബാക്ക് ചെയ്ത് തിരിച്ച് നാട്ടിലേക്ക് പോകാം. അത് നല്ലൊരു ടാസ്ക് പിടിച്ച കാര്യമാണ്. അതില്ലാതെ നമുക്കൊരു പാർട്ട് ടൈം ചെയ്ത് പിടിച്ചാൽ അവിടെ തീരും, നമ്മുടെ എബ്രോഡ് ലൈഫ് അവിടെ തീരും തന്നെയാണ് ഫ്രാൻസിൽ. അതുകൊണ്ട് നമ്മളൊരു സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഈ പറഞ്ഞ വിസ വാലിഡേഷൻ ആയാലും സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ ആയാലും ബാക്കി കാര്യങ്ങൾക്കെല്ലാം രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ തന്നെ ഞാൻ തിരിച്ച് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പം സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട ഡോക്യുമെന്റ്സ് പറയുന്നത് നമ്മുടെ കൺഫർമേഷൻ ലെറ്റർ. കോളേജിൽ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ, നമ്മുടെ കോഴ്സ്, ഇയർ എല്ലാം മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു കൺഫർമേഷൻ ലെറ്റർ നമുക്ക് വേണം. നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ കൺഫർമേഷൻ ലെറ്റർ കിട്ടിയ ആ ഒരു ലെറ്റർ. പിന്നെ നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഫ്രഞ്ചിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. പിന്നെ RIB നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസിൻ്റെ ഒരു പേപ്പർ വേണം. പിന്നെ നമ്മുടെ റെസിഡൻസ് പെർമിറ്റും പിന്നെ വിസ വാലിഡേഷൻ്റെ പേപ്പറുമാണ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി വേണ്ടത്. സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഒന്ന് ശ്രദ്ധിച്ച് തന്നെ ചെയ്യാം. മിസ്റ്റേക്സ് ഒഴിവാക്കാനായിട്ട് കുറച്ചുകൂടി ടൈം എടുത്ത് ശ്രദ്ധിച്ച് തന്നെ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും എൻക്വയറി, നിങ്ങളുടെ സീനിയേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ആരോടും എൻക്വയറി ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി ബെസ്റ്റ് ആയിരിക്കും. കാരണം നമുക്ക് മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു 15 ഡിജിറ്റ് ആണ്. 15 ഡിജിറ്റിൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് 13 ഡിജിറ്റ്സ് ആണ്. ഈ 15 ഡിജിറ്റിൽ 13 ഡിജിറ്റ് നമ്മൾ നോർമലി എല്ലായിടത്തും അത് നമ്മൾ യൂസ് ചെയ്യും. 13 ക്യാരക്ടേഴ്സ് ആണ്. പിന്നെ ഉള്ളത് 2 ഡിജിറ്റ്സ് നമ്മൾ കീ നമ്പേഴ്സ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഈ സോഷ്യൽ സെക്യൂരിറ്റി നമ്പറിന്റെ കീ നമ്പർ ആയിട്ടാണ് അവസാനത്തെ 2 ഡിജിറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ നമ്മൾ രജിസ്റ്റർ ചെയ്ത ശേഷം നമുക്ക് നമ്മുടെ സൈറ്റിൽ തന്നെ എനിക്ക് കിട്ടിയതൊരു 1 മന്തിൽ തന്നെ എനിക്കത് കിട്ടി. 1 മന്ത് മൊത്തത്തിലൊരു 1 മന്ത് എടുത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. അതിന് മുന്നേ തന്നെ എനിക്ക് കിട്ടിയിരുന്നു. എനിക്ക് വന്നൊരു മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മിസ്റ്റേക്ക് അല്ല, ഞാൻ എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തപ്പം അതിനത്ര ക്ലാരിറ്റി ഇല്ലെന്ന് പറഞ്ഞ് അവരൊന്നുകൂടെ അത് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് അത് സബ്മിറ്റ് ചെയ്ത ഉടൻ തന്നെ എനിക്കത് കിട്ടിയിരുന്നു. സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ എനിക്കൊന്നൊരു 2-2.5 ആഴ്ചക്കുള്ളിൽ തന്നെ എനിക്കത് കിട്ടിയെന്ന് തോന്നുന്നു. 1 മാസം അടുത്ത് എടുത്തിട്ടില്ല സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ. അപ്പം അത് നമുക്ക് നമ്മുടെ ആ രജിസ്റ്റർ ചെയ്ത സൈറ്റിൽ തന്നെ നമുക്ക് കയറും. നമുക്ക് ഇടയ്ക്ക് നമ്മുടെ ലോഗിൻ ID വെച്ച് നമുക്ക് കയറി ചെക്ക് ചെയ്യാം. എന്തെങ്കിലും മിസ്റ്റേക്സ് എല്ലാം വന്നിട്ടുണ്ടോ, എന്തെങ്കിലും അവർ റിജക്ട് ചെയ്തിട്ടുണ്ടോ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ കിട്ടിക്കഴിഞ്ഞ ശേഷം നമ്മൾ അടുത്ത ഐഡിയുണ്ട് ലക്കാഫ്. അത് നമുക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണ്. പ്രത്യേകിച്ച് സ്റ്റുഡൻസ്, ഫ്രാൻസിലെ സ്റ്റുഡൻസിന് ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യം. ഞാൻ പറയും അതെല്ലാവരും തന്നെ ഡെഫിനറ്റ് ആയിട്ട് ചെയ്തിരിക്കണം. കാരണം നമുക്കൊരു കിട്ടുന്ന ഒരു അലവൻസ് ആണ്, ഒരു സപ്പോർട്ടാണ് ഗവൺമെന്റ് ചെയ്യുന്നത്. നമുക്ക് മാത്രമല്ല ഇവിടെയുള്ള എല്ലാവർക്കും തന്നെ, ഫ്രാൻസിലുള്ള എല്ലാവർക്കും തന്നെ അത് കിട്ടും.
അതിന് അർഹരായിട്ടുള്ള എല്ലാവർക്കും തന്നെ കിട്ടും. അപ്പോൾ ലക്കാഫിൻ്റെ ഇത് എമൗണ്ട് എങ്ങനെയാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ഇത് തീരുമാനിക്കുക വെച്ചാൽ നമ്മൾ താമസിക്കുന്ന വീട്, ആ സ്ഥലം, പിന്നെ എത്ര ഒരു ഏരിയ ഉണ്ട് നമ്മുടെ റൂം, ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് അവർ നമുക്ക് എത്രമാത്രം എമൗണ്ട് തരണം എന്ന് തീരുമാനിക്കുന്നത്. ഇപ്പം എൻ്റെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്കത് വലിയൊരു ഹെൽപ്ഫുൾ ആണ്. കാരണം നമ്മളിവിടെ ഒരു രാജ്യത്തേക്ക് വന്നു, നമ്മളൊരു പാർട്ട് ടൈം ഒക്കെ കണ്ടുപിടിച്ച് സെറ്റ് ചെയ്ത് വരുന്ന ടൈം വരെ നമുക്ക് അത് കഴിഞ്ഞാലും നമുക്കൊരു ലക്കാഫ് എമൗണ്ട് ഒരു അലവൻസ് ആയിട്ട് കിട്ടുവാണെങ്കിൽ എന്താ പറയുക, നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. കാരണം നമുക്ക് കുറച്ചിപ്പോൾ ഒരു പാർട്ട് ടൈം ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് നിന്ന് ഈ സേവിങ്സ് മതി. ഇപ്പോൾ എനിക്ക് ഒരു 390 euros ആണ് എനിക്ക് മന്ത്ലി റെൻറ്റ് വരുന്നത്. അപ്പോൾ ഒരു എമൗണ്ട് ഒരു അറൗണ്ട് ലക്കാഫൂടെ കിട്ടുവാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയി. കാരണം നമുക്ക് കിട്ടുന്ന പാർട്ട് ടൈം സാലറിയിൽ നിന്ന് കുറച്ച് നമുക്ക് സേവിങ്സ് ആയിട്ട് മാറ്റി വെക്കാം. അത്രയും റെന്റിന് വേണ്ടി കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അത് ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ കൂടെ തന്നെ താമസിക്കുന്ന എൻ്റെ ഒരു ഫ്രണ്ടിന് അവർക്ക് സ്കോളർഷിപ്പ് ഉണ്ട്. സ്കോളർഷിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ പേർപ്പേഴ്സ് അവർ സബ്മിറ്റ് ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടെ കൂടുതൽ എമൗണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് കോളേജിൽ നിന്ന് എന്താ പറയുക ഇതുപോലെ സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെയും കൂടെ പേപ്പർ ഈ കാഫിന് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് സബ്മിറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ എമൗണ്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്, ഇപ്പം ഇവർക്കും കിട്ടുന്നുണ്ട്, അത് എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു ഫ്രണ്ടിന് ഒരു 20-25 euros കൂടെ കുറച്ചുകൂടി കൂടുതൽ എമൗണ്ട് അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ കാഫിന് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങൾ എന്താ വെച്ചാൽ, എന്തൊക്കെ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഓഫർ ലെറ്റർ വേണ്ടി വരും, പിന്നെ നമ്മുടെ റെസിഡൻസ് പെർമിറ്റ്, അക്കോമഡേഷൻ ഒരു സർട്ടിഫിക്കറ്റ്, വിസ വാലിഡേഷൻ, RIB, ബാങ്ക് ഡീറ്റെയിൽസ്, ഓക്കെ, അത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഹൗസ് ഓണറിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഒരു പേപ്പറാണ്. അത് നമുക്ക് ആ ഒരു ഫോം മിക്കപ്പോഴും ഇപ്പം ഞാൻ ചെയ്ത സമയത്ത് എനിക്ക് കോളേജിൽ നിന്ന് തന്നെ അത് പ്രൊവൈഡ് ചെയ്തിരുന്നു. ആ ഒരു സർട്ടിഫിക്കറ്റ് കോളേജിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിരുന്നു. അപ്പം അത് നമ്മൾ ചെയ്ത് വെക്കുവാണെങ്കിൽ അതും കൂടെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അതിനകത്ത് നമ്മുടെ അക്കോമഡേഷന് പറ്റിയ കാര്യങ്ങളെല്ലാം അത് നമ്മളല്ല ചെയ്യേണ്ടത്, ശരിക്കും നമ്മൾ ഹൗസ് ഓണറിനെ കൊണ്ട് തന്നെയാണ് ചെയ്യിപ്പിക്കേണ്ടത്. അവർ പ്രത്യേകം ഇത് പറയും. അത് കൂടെ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ കാഫിന് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. കാഫിനെ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഞാൻ ഒന്നുകൂടെ എടുത്തു പറയും, കാരണം കുറച്ചുകൂടെ ശ്രദ്ധിച്ച് ചെയ്യുക. കാരണം എന്തെങ്കിലും ഒരു മിസ്റ്റേക്സ് അവിടെ വരുവാണെങ്കിൽ പിന്നെ അത് നല്ല ടാസ്ക് ആയിരിക്കും. ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8ന്റെ അല്ല 16ന്റെ പണിയായിരിക്കും നമുക്ക് കിട്ടുന്നത്. കാരണം നമ്മൾ ഒരുപാട് അതിനുവേണ്ടി ഓടേണ്ടി വരും. അത് കുറേ പേർക്ക്, എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അങ്ങനെ കുറേ പേർക്ക് കിട്ടിയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു മിസ്റ്റേക്സ് വന്നാൽ പിന്നെ അത് നമ്മൾ റെഡിയാക്കാനായിട്ട് ഒന്നെങ്കിൽ ഇടയ്ക്ക് ഇവരുടെ സൈറ്റ് ലാഗാവും, അപ്പോൾ നമുക്ക് സൈറ്റ് വഴി തന്നെ ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് കാഫിൻ്റെ ഓഫീസിൽ പോകണം. ഇപ്പം നമുക്ക് എല്ലാ പ്രോസസ്സും കറക്റ്റായിട്ട് നടന്ന് ഇന്ന ഡേറ്റിൽ വരും എന്ന് പറഞ്ഞാൽ പോലും എമൗണ്ട് കിട്ടാതെ വരുന്നുണ്ട്. ഇപ്പം 6th വരുമെന്ന് പറഞ്ഞാൽ ജനുവരി 6th വരുമെന്ന് പറഞ്ഞാൽ 6th കിട്ടാതെ പിന്നെ നമ്മൾ ഡേറ്റ് ചെയ്ത് പിന്നെ നമ്മൾ ചെന്ന് ചോദിക്കണം എന്തുകൊണ്ട് വന്നില്ല. അങ്ങനെ ചില ലാഗുകളും കാര്യം, അതെന്തെങ്കിലും ഒരു ഇഷ്യൂ നമുക്കവിടെ കിടക്കുന്നതുകൊണ്ടാണ് അത് വരുന്നത്. അപ്പം അങ്ങനെ വരാതിരിക്കാൻ മാക്സിമം നിങ്ങളുടെ സീനിയേഴ്സ് ഉണ്ടെങ്കിൽ സീനിയേഴ്സിനോട് എൻക്വയറി ചെയ്തിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആരെങ്കിലും കംപ്ലീറ്റ് ചെയ്തവരുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാലും ചെയ്യുകയാണ് കുറച്ചുകൂടെ ബെറ്റർ. ഞാൻ അതായിരിക്കും കുറച്ചുകൂടെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുവാണെങ്കിൽ എനിക്കറിയാവുന്ന പോലെ തന്നെ ഞാൻ മാക്സിമം എല്ലാവരെയും സപ്പോർട്ട് ചെയ്യും. അതാണ് ഫസ്റ്റ് എന്ന് വെച്ചാൽ. പിന്നെ ലക്കാഫ്, ഇപ്പോൾ കാഫ് കിട്ടുന്ന ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേരുണ്ട് കോളേജിൻ്റെ തന്നെ ഹോസ്റ്റൽസ് താമസിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ എമൗണ്ട് കുറച്ചേ എടുത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിന് അവർക്കൊരു 94 euros ജസ്റ്റ് അടുത്തേക്ക് കിട്ടുന്നുള്ളൂ. പിന്നെ വേറൊരാൾക്കൊരു 120 euros അടുത്ത് കിട്ടുന്നുള്ളൂ. കാരണം അവർക്ക് സ്കോളർഷിപ്പ് കൂടെ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ എമൗണ്ട് കൂടുതൽ കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ ഹോസ്റ്റൽസ്, അതായത് കോളേജിൻ്റെ ഹോസ്റ്റലിൽ താമസിക്കുകയാണെങ്കിൽ ഒന്നൊക്കെ കൂടുതൽ അങ്ങനെയാണ് ഞാൻ കേട്ടിരിക്കുന്നത്. കോളേജിൻ്റെ ഹോസ്റ്റൽസ് ഒക്കെ ഇങ്ങനെ യൂസ് ചെയ്ത് താമസിക്കുമ്പോൾ ലക്കാഫിന് എമൗണ്ട് കിട്ടുന്നത് കുറച്ചുകൂടെ കുറവാണ്. പിന്നെ അവിടെ ഇത് റെന്റ് കുറവാണ്. കോളേജിൻ്റെ ഹോസ്റ്റൽസിനൊക്കെ വരുമ്പോഴേക്കും റെന്റ് കുറവാണ്. ഇപ്പം ഞങ്ങൾക്കുള്ളത്ര റെന്റ് അവർക്ക് വരുന്നില്ല. ഇപ്പം ഞങ്ങൾക്കിവിടെ 420 ഇല്ലെങ്കിൽ ഒരു 450 euros ഒക്കെ വരുമ്പോഴേക്കും അവർക്ക് 250-260 euros ഒക്കെ എടുത്ത് അവർക്ക് റെന്റ് വരുന്നുള്ളൂ. അപ്പം നമുക്ക് ഈ ലക്കാഫിൻ്റെ എമൗണ്ട് വരുന്നതും നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ബേസ് ചെയ്തിട്ടാണ് അവർ നമ്മളുടെ എത്ര എമൗണ്ട് കിട്ടണം എന്നുള്ളത് അവർ ഡിസൈഡ് ചെയ്ത് നമുക്കത് തരുന്നു. അപ്പം അതിൻ്റെ ഇപ്പം ലക്കാഫിൻ്റെതും നമ്മൾ രജിസ്റ്റർ ചെയ്യുക, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ട ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ബേസ് ചെയ്ത് ചെയ്യുക. ഇപ്പം എന്തെങ്കിലും ഒരു ഡൗട്ട് ഇല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് നിങ്ങൾ വന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തുള്ള കാഫിൻ്റെ ഓഫീസിൽ ചെന്ന് നിങ്ങളുടെ ഇഷ്യൂസ് എന്താണെന്ന് ജസ്റ്റ് അവരെ റിപ്പോർട്ട് ചെയ്ത് അവർക്ക് നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് അവർ കൃത്യമായിട്ട് തരും. അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അവർ തന്നെ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ അവരുടെ കൊടുക്കുവാണെങ്കിൽ ഡയറക്റ്റ് കൊണ്ടുപോയി ആദ്യം തന്നെ മൊത്തത്തിൽ ചെയ്യാമെന്ന് ചോദിച്ച് കൂട്ടാൻ കൊടുക്കരുത്. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. കാരണം അവരുടെ ഓഫീസുണ്ട്, അത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കല്ല, നമ്മൾ തന്നെ ചെയ്യും. അവരുടെ ഓഫീസിൽ ചെന്ന് നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് വന്നാൽ അവരോട് തന്നെ ചോദിച്ചാൽ പെട്ടെന്ന് അവർ തന്നെ പറഞ്ഞു തരും, ചെയ്യാം, തീർക്കാം. ഇപ്പം എൻ്റെ കുറേ ഫ്രണ്ട്സ് അങ്ങനെ ചെയ്തിരുന്നു. അല്ലെങ്കിൽ നമുക്ക് തന്നെ വീട്ടിൽ നിന്ന് ചെയ്യണമെങ്കിലും ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ എന്തെങ്കിലും കുറച്ച് ഡൗട്ടും കുറച്ച് മിസ്റ്റേക്സും വരും, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അത് അവോയ്ഡ് ചെയ്ത് ചെയ്യണം. അപ്പോൾ ആ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്ത് മുന്നോട്ട് വേണ്ടി പോകാൻ പറ്റും. പിന്നെ ലാസ്റ്റ് ആയിട്ടുള്ളതെന്ന് പറയുമ്പോഴേക്കും നമുക്കൊരു ഇൻഷുറൻസ് കാർഡുണ്ട്. അത്
അതിൻ്റെ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് കോമൺ ആയിട്ട് നമ്മൾ പറയുന്നത് വീറ്റൽ കാർഡ്, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഫോമൽ അൺഒഫീഷ്യൽ ആയിട്ട് പറയുമ്പോൾ നമുക്ക് ഗ്രീൻ കാർഡ് എന്ന് പറയും. ആ ഒരു ഇൻഷുറൻസ് കാർഡ്, ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ് നമുക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇവിടെ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഫ്രാക്ചറോ കാര്യങ്ങളോ എന്തെങ്കിലും ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായി നമ്മളൊരു കുറച്ച് എമൗണ്ട് നമ്മുടെ പോക്കറ്റിൽ നിന്ന് പൊട്ടിയാൽ ആ പൈസ നമുക്ക് നല്ലൊരു ഇത് തന്നെ ആയിരിക്കും. കാരണം നമ്മളൊരു ചെറിയ പാർട്ട് ടൈം ഒക്കെ ചെയ്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. അപ്പം ഒരു നല്ലൊരു എമൗണ്ട് ഇറങ്ങാന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു ഹോസ്പിറ്റലൈസിൻ്റെ എല്ലാ കാര്യങ്ങളും അത്യാവശ്യം നല്ലൊരു എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പൊട്ടും. അപ്പം ഇങ്ങനെ ഒരു കാർഡ് ഉണ്ടെങ്കിൽ, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ് നമുക്ക് ഉണ്ടെങ്കിൽ അത് നമുക്ക് റീഫണ്ട് ആയിട്ട് നമുക്ക് തന്നെ തിരിച്ച് കിട്ടും. അപ്പം അത് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ ചെയ്ത് നമുക്ക് ഒരു 1 month ഇല്ലെങ്കിൽ ഒരു 1.5 month കഴിയുമ്പോഴേക്കും നമുക്ക് തന്നെ ഒരു ഫോം വരും, ഒരു പേപ്പർ വരും. അപ്പോൾ ആ പേപ്പറിൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ വിസ വാലിഡേഷൻസിൻ്റെ ഒരു കോപ്പിയും പിന്നെ പാസ്പോർട്ടിൻ്റെ ഒരു കോപ്പിയും ഫയൽ ചെയ്ത് പിന്നെ അവരൊരു പേപ്പർ തരും. ആ പേപ്പറിനകത്ത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യും എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് അതിൽ പിൻ ചെയ്ത് അയക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഫോട്ടോയും കൂടെ, നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോയും കൂടെ പ്ലേസ് ചെയ്ത് നമ്മളത് പേ ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും പിന്നെ ഒരു 1 month എടുക്കും. 1 month 1.5 month എടുത്ത ശേഷം നമുക്ക് ആ കാർഡ് കിട്ടും. അപ്പോൾ ആ കാർഡ് ആണെങ്കിൽ നമുക്കൊരു ID കാർഡ് ആയിട്ട് നമുക്ക് ഫ്രാൻസിൽ യൂസ് ചെയ്യാം. കാരണം അതിൽ നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും പിന്നെ നമ്മുടെ അഡ്രസ്സ് കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ID കാർഡ് ആയിട്ട്, ഫ്രാൻസിൻ്റെ ഒരു ID കാർഡ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ആ കാർഡ് യൂസ് ചെയ്യാം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കോമൺ ആയിട്ട് പ്രിലിമിനറി ആയിട്ട് നമ്മൾ ഫ്രാൻസിൽ വന്ന ശേഷം ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും ഒരു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ കംപ്ലീറ്റ് ആക്കും. ഇതിന് കുറച്ച് ഡിലേ വരും. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുവാണെങ്കിൽ ഫ്രാൻസിൽ കുറച്ച് ഡിലേ വരും. അത് ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അവർ കുറച്ച് ഡിലേ ചെയ്തതാണ്. അതേസമയത്ത് നമ്മുടെ പേപ്പറും കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ അത് അവർ വെച്ചിരിക്കുന്ന ഒരു ടൈമുണ്ട്, ഓരോ കാര്യം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അവരുടേതായിട്ടൊരു ടൈമുണ്ട്. ആ ടൈമിൽ അവർ കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യും. അതിലും വലിയൊരു ലാഗ് വരില്ല. നമ്മുടെ പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം ഓക്കെ ആണെങ്കിൽ അവർ വെച്ചിരിക്കുന്ന ഒരു ടൈമുണ്ട് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഇപ്പം നമ്മൾ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ രജിസ്റ്റർ ചെയ്തു, അത് ചെക്ക് ചെയ്ത് ഓക്കെ പറഞ്ഞ് സബ്മിറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് അവരുടേതായിട്ടൊരു ടൈമുണ്ട്. ആ ടൈമിനുള്ളിൽ അതിനും കൂടുതൽ ലാഗൊന്നും വരില്ല നമ്മുടെ പേപ്പേഴ്സ് ഓക്കെ ആണെങ്കിൽ. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം സോഷ്യൽ സെക്യൂരിറ്റിക്ക് രജിസ്റ്റർ ചെയ്താലും ലക്കാഫിന് രജിസ്റ്റർ ചെയ്താലും എന്തിന് രജിസ്റ്റർ ചെയ്താലും നമ്മൾ ഇടയ്ക്ക് ആ സൈറ്റിൽ കയറി അതിൻ്റെ അപ്ഡേറ്റ്സ് നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കണം. എന്തെങ്കിലും റിജക്ഷൻ വന്നിട്ടുണ്ടോ, എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടോ, റിജക്ഷനോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അവർ തീർച്ചയായും ഒന്നെങ്കിൽ നമുക്ക് മെയിൽ വരും, അല്ലെങ്കിൽ നമ്മൾ ആ സൈറ്റിൽ തന്നെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൈറ്റിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം കാഫിനൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു റിജക്ഷൻ വന്നു, അതിൻ്റെ കാരണം എന്താണ് നമുക്ക് ശരിക്കറിയണമെങ്കിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അടുത്തുള്ള കാഫിൻ്റെ ഓഫീസിൽ പോയിട്ട് ജസ്റ്റ് അവരെ അപ്രോച്ച് ചെയ്ത് അവരോട് ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ അവർ നമുക്ക് വേണ്ട ഗൈഡൻസ് തരും. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ഫ്രാൻസിലാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രഞ്ച് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ അറിയാമെങ്കിൽ ജസ്റ്റ് കോൾ ചെയ്ത് ചോദിക്കാം. ഇല്ലെങ്കിൽ മെയിൽ ചെയ്താൽ പോലും അവരതിന് ഒരു മെയിലൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒരു 3 days അല്ലെങ്കിൽ 5 days ഒരു ഡിലേ വരും റിപ്ലൈ വരാനായിട്ട്. എന്നാലും അവർ നമുക്ക് റിപ്ലൈ തരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് കുറച്ചുകൂടെ സേഫായിട്ട് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.